ടീച്ചറെ കുറിച്ച് ആലോചിച്ചോണ്ടാ ഞാനത് ഉണ്ടാക്കിയത്. എന്നെ കുറിച്ചോ? എന്താലോചിച്ച്? എന്താ ആലോചിച്ചെന്ന് ചോദിച്ചാ, ഒരു ദിവസം ടീച്ചർ വീട്ടിൽ വന്നിട്ട് പോയില്ലേ, അതെന്തിനായിരിക്കുമെന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാ ഈ പേപ്പർ കണ്ടത്. അങ്ങനെ ആ പുഴയുടെ തീരത്തിരുന്ന് ഉണ്ടാക്കിയതാ. സത്യം പറഞ്ഞ ഞാൻ ദേവൻ സാറിനെ കുറിച്ച് ചിന്തിച്ചു നിന്നപ്പോഴാ ഇതെനിക്ക് കിട്ടിയത്. ഇന്നേ ദേവന്റെ കല്യാണമായിരുന്നു. ദേവൻ സാർ ഉണ്ടായിരുന്നെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകാനും നഷ്ടപ്പെട്ട പണം കണ്ടെത്താനും ഒക്കെ ഒരു സഹായിയായി കൂടെ നിന്നേനെ. എല്ലാം എത്ര പെട്ടെന്നാ മാഞ്ഞു പോയത്. സത്യത്തില് ദേവൻ സാർ എന്നെ സ്നേഹിച്ചിരുന്നു. ഇനി അതൊക്കെ ആലോചിച്ചിട്ട് എന്ത് കാര്യം? എല്ലാം കൈവിട്ടു പോയില്ലേ. ഇതെന്താ ഈ നേരത്തെ ഇവിടെ? വെറുതെ നിന്നതാ. ഞാൻ പലതവണ ചോദിക്കണമെന്ന് കരുതിയതാ. എന്താ കുറച്ചു ദിവസങ്ങളായി ടീച്ചർക്ക് എന്തോ വിഷമമുള്ളതുപോലെ, ആകെ ഒരു ഗ്ലാനി. ഏയ്, അങ്ങനെയൊന്നുമില്ല. സാറിന് തോന്നുന്നതാ. ഞാൻ ഇന്നും ഇങ്ങനെ തന്നെ ആയിരുന്നു. ഞാൻ തർക്കിക്കുന്നില്ല. പണ്ടത്തെ ടീച്ചർ എനിക്കറിയില്ലല്ലോ. പക്ഷെ ഞാൻ പരിചയപ്പെട്ട അല്ലി ടീച്ചറും ഇപ്പൊ എന്റെ മുന്നിൽ നിൽക്കുന്ന അല്ലി ടീച്ചറും തമ്മിൽ പ്രകടമായ മാറ്റമുണ്ട്. എന്താ കഴിഞ്ഞ ദിവസം അത്രയും പണം നഷ്ടപ്പെട്ടതുകൊണ്ടാണോ? ആ, അതൊരു വിഷമം തന്നെയാ. 4 ലക്ഷം രൂപയെന്ന് പറഞ്ഞ നിസ്സാര തുകയൊന്നും അല്ലല്ലോ. അതോർത്ത് വിഷമിച്ചിട്ട് എന്താ കാര്യം? പോയത് തിരികെ കിട്ടുമോ? ഇല്ലല്ലോ. നഷ്ടപ്പെടുമ്പോഴല്ലേ അതിന്റെ വേദന അറിയും. നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ആ വേദന അറിയാനും കഴിയൂ. ആ വേദനയ്ക്കിടയിലും നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുമെന്ന് വെറുതെ ആണെങ്കിലും നമ്മൾ മോഹിക്കില്ലേ? ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ശരിയല്ലേ? ടീച്ചറുടെ സംസാരം കേട്ടിട്ട് വലിയ നഷ്ടങ്ങൾ എന്തൊക്കെയോ ടീച്ചർക്കുണ്ടായതുപോലെ എനിക്ക് തോന്നുന്നു. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ പോട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.